ശബരിമല ഇപ്പോഴത്തെ വിവാദം ഉണ്ടല്ലോ, റീസൺ സ്വർണ്ണപ്പാളിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, എന്താണ് അതിനെ പറ്റിയൊക്കെ? ഞാൻ ഇതും കൂടെ പറഞ്ഞു പറയാം. ഞാൻ ജയിലിൽ പത്മകുമാർ സാറിനെ കണ്ടു. പത്മകുമാർ സാറിനെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഇന്നും പത്മകുമാർ സാറെന്ന് വിളിക്കുന്ന ഒരാളാണ്, വാസു സാറെന്ന് വിളിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത്ര വർഷമായിട്ട് അറിയാം. അതിന് തന്നെ ഒരുപാട് ട്രോൾ ചെയ്യുന്നു. സിനിമയിലെ പോലെ സാറേ സാറേ വിളിയാണോ? ജെനുവിൻലി. കാര്യം ഞങ്ങൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആദ്യ ദിവസം ശബരിമലയുടെ മേളിലെത്താൻ ഞങ്ങളെ സഹായിച്ച ആൾക്കാരിലൊരാൾ പത്മകുമാർ സാറാണ്. പത്മകുമാർ സാറിൻ്റെ ഒരു മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് തരാമെന്ന് പത്മകുമാർ സാർ പറഞ്ഞു. ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല, മേടിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ മേടിച്ചില്ല, പക്ഷേ ആ മനസ്സ് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാര്യം അദ്ദേഹത്തിന്റെ ഹരിവരാസനം എഴുതിയൊരു കുടുംബമാണ്. അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് തോന്നുന്നു. അല്ല, എനിക്കറിയില്ല. ഈ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പുള്ളിയിൽ കുറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മാത്രമായിരിക്കില്ല. പക്ഷേ ഇനി നാളെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, ഇപ്പോഴും ഒരു വിശ്വാസിയായ എൻ്റെ ആഗ്രഹമാണ്, അദ്ദേഹം നാളെ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞ് എനിക്ക് സന്തോഷം ഉണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ഹരിവരാസനം എഴുതിയ കുടുംബത്തിലെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ കോൺട്രാക്ടറായിരുന്നു, അവിടെ ജനിച്ച് വളർന്ന കളിച്ച് വളർന്ന വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു വേദനയാണ്. കാര്യം ഇപ്പം അത്ര വിശ്വാസത്തോടെ നമ്മുടെ കൂടെ നിന്ന് ഈ വിധി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ഇതൊക്കെ നേരിട്ടറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളത് ശരിക്കും ചെയ്തെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് കോടതി വിധിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇനി 2 ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ആർക്കും തർക്കം വേണ്ട, പോയിട്ടുണ്ട്. എത്ര പോയിട്ടുണ്ടെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് കൃത്യം ഡീറ്റെയിലാണ്, എന്നിരുന്നാൽ പോലും നമ്മൾ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കാനാണ്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പ് പാളികളിൽ 1.561 കിലോഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു. വാതിൽപ്പടികൾ കട്ടളിലൊക്കെ ഏകദേശം 2.5 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 400-450 ഗ്രാമും പൂശിയത് മാത്രമാണ്. അപ്പം സ്വർണം പോയിട്ടുണ്ട്. ഇനി ഇത് പോയതാണോ, അടിച്ചു മാറ്റിയതാണോ, അടുത്തതാണ് പ്രധാനം, മുറിച്ചു മറിച്ച് വിറ്റതാണോ? അതെയല്ല, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ ഇയാളെ പോറ്റി എന്ന് പറയാറില്ല, കാര്യം സാധാരണ ബ്രാഹ്മണർ ഒരുപാട് പോറ്റിമാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും ചില ആൾക്കാരും ദേവസ്വം ബോർഡും ഇനി അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരും ഇതിൽ നിന്ന് സ്വർണം എടുത്തു മാറ്റിയെന്നാണ് 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇനിയും ഫൈനൽ വിധി വരട്ടെ, എന്നെ സംബന്ധിച്ച് ട്രയലൊക്കെ വരട്ടെ. പക്ഷേ മനസ്സിലാകുന്നത് ഇനി ചോദ്യം ഇതേ ബാക്കിയുള്ളൂ, ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? 1, വിജയമല്യ അന്ന് 30 കിലോഗ്രാം സ്വർണ്ണമാണ് പതിച്ചത്. ഇപ്പം സ്വർണം പൂശലാണ് ഇവർ ചെയ്തിരിക്കുന്നത്, മറ്റേത് പതിക്കലാണ്. അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ എവിടെ? 1. 2, അത് ഡിവൈൻ വാല്യൂ, സീക്രട്ട് വാല്യൂ, ആൻറ്റിക് വാല്യൂ, ഹെറിറ്റേജ് വാല്യൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ മുറിച്ച് വിൽക്കുകയോ മറിച്ച് വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതാണ് ഒരു സുഭാഷ് കപൂർ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ കേൾക്കാൻ പറ്റുന്ന പേര്. സുഭാഷ് കപൂർ 1100 കോടി മുതൽ 1500 കോടി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സീക്രട്ട് റിലിക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ആൻറ്റിക് സ്മഗ്ലിംഗ് മാർക്കറ്റിൻ്റെ ആളാണ്. ഇപ്പം പുള്ളി ജയിലിൽ കിടക്കുകയാണ്. അതേപോലുള്ള ആളാണോ ഇപ്പം ചെയ്തത്? ഒരു ഡി മണിയുടെ പേരൊക്കെ വരുന്നുണ്ട്, ശരിയോ തെറ്റോ എന്ന് ദൈവത്തിനറിയാം. പോലീസുകാർ വെറുതെ കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല, പക്ഷേ വരട്ടെ. അപ്പോൾ സ്വർണം പോയിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. 2, എനിക്ക് സഖാക്കളോട് ബഹുമാനപുരസ്സരമുള്ള വിയോജിപ്പാണ് പല കാര്യങ്ങളിലും. സഖാക്കളുണ്ടേ അയ്യപ്പ എന്ന പാട്ടിനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് നല്ല സഖാക്കന്മാരുണ്ട്. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി ഒരു സഖാവായിരുന്നു, സഖാവ് ജി സുധാകരൻ. ഏറ്റവും നല്ല ദേവസ്വം പ്രസിഡന്റ് ഒരു കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ. അപ്പോൾ സുധാകരൻ സാറാണ് അവിടെ ക്ലീനപ്പ് ചെയ്ത്. എല്ലാവരും മോശമൊന്നും ആർക്കും അഭിപ്രായമല്ല. ചെഗുവേരയുടെ മകൾ അലൈഡ ഗുവേര കേരളത്തിൽ വന്നപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു. എൻ്റെ ബൈക്കിൻ്റെ പേര് ലാ പെഡറോസ എന്നായിരുന്നു. ചെഗുവേരയുടെ ബൈക്കിൻ്റെ പേര് ലാ പെഡറോസ എന്ന് ആയിരുന്നു. അപ്പോൾ ഞാൻ CPM-നോട് എതിർ കക്ഷി നിൽക്കുന്നതാണ്, കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഫെയർ ആകണം, നമ്മുടെ ശത്രുക്കളോട് പോലും ഫെയർ ആകണം. യേശു ക്രിസ്തുവൊക്കെ പറയുന്നുണ്ട്, നിങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഹാവ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്നെ ഈ കള്ളക്കേസിൽ കുടിക്കിയവർ നാളെ ഒരു കള്ളക്കേസിൽ പെട്ട 100% അവർക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ ഉണ്ടാവും. കാര്യം ഒരു കള്ളക്കേസിനെ മറ്റൊരു കള്ളക്കേസ് കൊണ്ട് എതിർത്തു തുടങ്ങിയാൽ എന്നെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്നും ഇതേപോലെ അധികാരം ഇരിക്കില്ലല്ലോ, കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരാൾക്ക് അധികാരം വരും, എന്നും ഒരു പാർട്ടി തന്നെ ഭരിക്കാനൊന്നും പോകണില്ലല്ലോ, അപ്പോൾ സാറടക്കമുള്ള ആരെങ്കിലും കൊടുക്കുക വളരെ ഈസി അല്ലേ? പുള്ളി കുറച്ചു നേരം ഗഹനമായി ചിന്തിച്ചു. ഈ നമുക്ക് തർക്കിച്ച് തീർക്കാം, അടികൂടി തീർക്കാം, ടി വി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ഒക്കെ എൻ്റെയും കൺട്രോൾ കൂട്ടി ഞാൻ ടി വിയിൽ നിന്ന് ഷൗട്ട് ചെയ്യാറും ചീത്ത വിളിക്കാറുമുണ്ട്. പക്ഷേ കള്ളക്കേസ് കൊടുത്ത് തീർക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യരുത്. ഭയങ്കരമാണത്.